ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മേഘാവൃതമായ സീനായ് മലമുകളിൽ ലോകത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്നകന്ന് മോശ 40 രാവും 40 പകലും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയായിരുന്നു. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് തൻ്റെ ആത്മാവിനെ ദൈവഹിതത്തിന് മുൻപിൽ പൂർണ്ണമായും തുറന്നു വെച്ച ആ നാളുകൾ മോശയെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. ദൈവം സ്വന്തം വിരലുകളാൽ കൽപ്പലകളിൽ കൊത്തി നൽകിയ പ്രമാണങ്ങളുമായി പ്രകാശിക്കുന്ന മുഖത്തോടെ മോശ പതിയെ മലയിറങ്ങി. തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ആ പ്രവാചകന്റെ ഉള്ളിൽ. എന്നാൽ മലയടിവാരത്തെ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ വിശ്വസിച്ചേൽപ്പിച്ച സഹോദരൻ അഹറോന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒരു സ്വർണ്ണക്കിടാവിനെ നിർമ്മിച്ച് അതിനു ചുറ്റും നൃത്തം ചെയ്യുന്നു. ദൈവത്തെ വിസ്മരിച്ചവർ വിഗ്രഹാരാധനയെ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ മോശയുടെ ഉള്ളിൽ കഠിനമായ ദുഃഖം തോന്നി. പക്ഷെ ആ ദുഃഖം അവനെ തളർത്തിയില്ല. പകരം നീതിക്ക് വേണ്ടിയുള്ള ഒരു അഗ്നി അവന് ജ്വലിച്ചു. 40 ദിവസത്തെ ഉപവാസത്തിലൂടെ മോശ നേടിയെടുത്തത് വെറുമൊരു മൗനമായിരുന്നില്ല, മറിച്ച് അസത്യത്തെ തച്ചുടയ്ക്കുവാനുള്ള ആത്മീയ കരുത്തായിരുന്നു. അവൻ ആ സ്വർണ്ണക്കിടാവിനെ തകർക്കുകയും വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. നോമ്പിനോട് ലഭിക്കുന്ന ആത്മീയ ചൈതന്യത്തിന്റെ മറ്റൊരു വശമാണ് സീനാമലയുടെ താഴ്വാരങ്ങളിൽ നാം കാണുന്നത്. താഴെ കണ്ട അനീതിക്കെതിരെ പോരാടാൻ മോശയ്ക്ക് ധൈര്യം നൽകിയത് മലമുകളിൽ അവൻ നടത്തിയ ആ തപസ്സാണ്. പ്രലോഭനങ്ങളെ അതിജീവിച്ച ക്രിസ്തുവും വിഗ്രഹങ്ങളെ തകർത്ത മോശയും പഠിപ്പിക്കുന്നത് നോമ്പിന്റെ ഫലം ആത്മീയമായ നിശബ്ദത മാത്രമല്ല, സത്യത്തിനു വേണ്ടിയുള്ള ധീരമായ നിലപാടുകൾ കൂടിയാണെന്നാണ്. നോമ്പ് എന്നത് വെറും ഒരു മൗനത്തിന്റെ കാലമല്ല, അത് അനീതിക്കും അസത്യത്തിനും വിഗ്രഹങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താൻ ആന്തരിക ശക്തി സംഭരിക്കേണ്ട കാലം കൂടിയാണ്. അന്യായമായ കെട്ടുകൾ അഴിക്കുകയും നുകത്തിന്റെ കയറുകൾ പൊട്ടിക്കുകയും പീഡിപ്പിക്കപ്പെടുന്നവരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും തകർക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:6 ദൈവം ചോദിക്കുന്നു. യഥാർത്ഥ നോമ്പ് നമ്മെ സാമൂഹികമായ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. പെരുന്നുണങ്ങളെ ആഘോഷമാക്കുകയും വിശ്വാസ മൂല്യങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിന്റെ കോലാഹലങ്ങളിൽ നിന്ന് ഒരൽപ്പം പിൻവാങ്ങേണ്ടത് അത്യാവശ്യമാണ്. സത്യം തന്നെയായ കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിരുന്ന് മാറ്റങ്ങൾക്കതീതമായ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വെറുമൊരു സമാധാനം മാത്രമല്ല, മറിച്ച് വിവേകത്തോടെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാനുള്ള കരുത്താണ്. നോമ്പുകാലത്തെ ഏകാന്തത നമ്മെ ദുർബലരാക്കാനല്ല, മറിച്ച് ദൈവഹിതത്തിന് നിരക്കാത്തതിന് എതിർക്കാനുള്ള പോരാളികളാക്കി മാറ്റാനാണ്. ഇന്നത്തെ കാലത്തും നമ്മുടെ ചുറ്റുമുള്ള സ്വാർത്ഥതയുടെയും അസത്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഗ്രഹങ്ങളെ തിരിച്ചറിയാനും അവയ്ക്കെതിരെ ശബ്ദമുയർത്താനും മോശയെപ്പോലെ നമുക്കും ആത്മീയ ജാഗ്രത ആവശ്യമാണ്. സ്വയം ശുദ്ധീകരിക്കപ്പെടാനും അനീതിയുടെ വിഗ്രഹങ്ങളെ തകർക്കാനുമുള്ള ആത്മീയ തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കാൻ ഈ നോമ്പുകാലം നമുക്ക് വഴികാട്ടിയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.